ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് കുറച്ച് മത്തി കിട്ടിയിട്ടുണ്ടേ. അപ്പം മത്തി നമുക്ക് നല്ല സൂപ്പറായിട്ട് മുളകൊക്കെ ഇട്ട് അങ്ങോട്ട് കറി വെക്കാം. അപ്പം കടയിൽ നിന്ന് മേടിച്ചപ്പോൾ ഇവൻ നല്ല ജിമിട്ടനായിട്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഐസൊക്കെ വിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ആശാൻ ചുക്കിച്ചുളിഞ്ഞ് ആകെ ഒരു കോലത്തിലായി. ഇപ്പം കിട്ടുന്ന മീനൊക്കെ ഈ മീൻ മുട്ടയുണ്ട്, എല്ലാത്തിനും മിക്കതിനും ഉണ്ട് കേട്ടോ. മേ ബി ഈ ഫിഷിൻ്റെയൊക്കെ മുട്ട ഇടുന്ന ആ ഒരു ടൈം ആയിരിക്കാം. എനിവേ നമ്മൾ നോർമൽ രീതിയിൽ മറ്റേ മുളകിട്ട കറിയാണ് വെക്കുന്നത്. ഇതൊന്നും ഇപ്പം ആരോടും പറഞ്ഞു തരേണ്ട കാര്യമില്ല. എല്ലാവരും ഇപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ പുലികളാണ്. ഇപ്പം ഇതേ കടുകിട്ടു, ആദ്യത്തെ റൗണ്ട് കടുകിട്ടു, അത് പൊട്ടിയില്ല. പിന്നെ അങ്ങോട്ട് കടുകിടുമെന്ന് നല്ല പൊട്ടലായിരുന്നു. പൊട്ടി പൊട്ടി ക്യാമറയിലും ഒക്കെ അത് ആയി. അത് സ്വാഭാവികമാണല്ലോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ ആദ്യം നടക്കത്തില്ല. പിന്നെ അങ്ങോട്ട് പ്രതീക്ഷിക്കാത്തത്, അതായത് പ്രതീക്ഷിച്ചതിലും കൂടുതൽ ചിലപ്പോൾ നടക്കും. ഇതൊക്കെ ചെറിയ ചെറിയ ഒരു ഇത് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. നമ്മളിപ്പം കണ്ടല്ലോ. അങ്ങനെ ഈ മത്തിക്കറി സത്യം പറഞ്ഞാൽ എല്ലാ കറികളും നമുക്കിങ്ങനെ വെജിറ്റബിളായിട്ട് തോരൻ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഒരു നമുക്കൊരു എന്താ പറയുന്നത്, ഒരു മനസ്സംതൃപ്തി തോന്നണമെങ്കിൽ വെജിറ്റേറിയൻസിൻ്റെ അല്ല, നോൺ വെജിൻ്റെ ആൾക്കാരുടെ കാര്യമാണ് പറഞ്ഞത്. നമുക്ക് തോന്നണമെങ്കിൽ നമുക്കൊരു മീൻകറി ആ സൈഡിലൊന്ന് വേണം. ഈ ഇറച്ചി എന്ന് പറയുന്ന സാധനം, അല്ലെ ബീഫ് അങ്ങനത്തെയൊക്കെ നമുക്ക് എന്നും കൂട്ടുമ്പോഴത്തേക്കും അതങ്ങ് മടുക്കും, ഒന്നല്ലേ 2 ദിവസം. പക്ഷേ മീൻകറി അങ്ങനെയല്ല. ആ മുളക് ചാറ് മാത്രം, മീൻ കഷ്ണം വേണമെന്നില്ല, ചാറും ആ പുളിയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഒരു ആത്മനിർവൃതിയാണ്. അപ്പം അങ്ങനെ ഇന്ന് മത്തിക്കറിയായിരുന്നു ഞങ്ങളുടെ സ്പെഷ്യല്. അപ്പം മത്തിയൊക്കെ തിളച്ചു, ഇത്രയും പറഞ്ഞപ്പോൾ മത്തി കറിയായി. അത് ഇതേണ്ട പ്ലേറ്റിലുമായി. നല്ല രസമല്ലേ അവനങ്ങനെ ഇരിക്കുന്ന കാണാൻ തന്നെ. നിങ്ങൾക്ക് കഴിക്കണം എന്ന് തോന്നില്ലേ? നല്ല സൂപ്പർ കറിയായിരുന്നു. അപ്പം ഇത്രയേ ഉള്ളൂ. താങ്ക് യു, ബൈ.